ഇന്നത്തെ ഡേ തുടങ്ങിയാണ്. രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയ ഗോതമ്പ് ഉപ്പുമാവ് കഴിച്ചിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഉള്ളത് വെച്ച് കഴിക്കണമെന്നാണല്ലോ പ്രമാണം. പപ്പടം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നൈസായിരുന്നേനെ. പപ്പടം ഇല്ല ഗൈസ്, അതുകൊണ്ട് പഞ്ചസാര വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കഴിച്ചില്ല, എനിക്കിഷ്ടമല്ല കേട്ടോ പഞ്ചസാര വെച്ച് കഴിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് മാങ്ങച്ചാറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു, അതാണ് ഈ കാണുന്നത്. അങ്ങനെ അച്ചാറൊക്കെ ഇട്ടിട്ട് എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. കാരണം റോസ്റ്റ് ആണെങ്കിൽ സ്പെഷ്യൽ. ഓ യമി യമി. ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. എനിക്ക് ഉള്ളിവട തിന്നാൻ ക്രേവിങ്സ് എടുത്തിട്ട് ഞാൻ ഉള്ളിവട ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. പൊതുവെ എല്ലാവർക്കും ഉള്ളിവട ഉണ്ടാക്കാൻ അറിയാമെന്നാണ് ധാരണ. മുളക് പൊടി വേണം, മൈദ വേണം, പിന്നെ കടലമാവ് വേണം, പിന്നെ കായില്ല, അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി തെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, കരിവേപ്പില, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ സവാള നമ്മുടെ വീട്ടിൽ ഭയങ്കര ചിലവാണ് ഗൈസ്. 4 കിലോ സവാളയൊക്കെ വാങ്ങിച്ചാൽ ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുന്ന അത്രയ്ക്കും ചിലവാണ് എൻ്റെ വീട്ടിൽ. അതെന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് എടുക്കുകയാണ്, നല്ല പെസഞ്ച് എടുക്കുക. നിങ്ങൾ തമിഴ് സംസാരിക്കുക, അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തമിഴാണോ എന്നുള്ളത്, കേരളത്തിൽ തന്നെയാണ് ജനിച്ചത്. അത് കുറച്ച് പരുവത്തിന് മയക്കി എടുക്കുക അല്ലേ, അതിനെ എടുത്തിട്ടുണ്ട്. ഉള്ളിയിലോട്ട് പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടിട്ട് നമ്മുടെ കുഞ്ഞുള്ളി ഇവിടെ എടുത്ത് തിളച്ചെണ്ണയിലോട്ട് ഇവിടെയാണ് തീ കുറച്ച് വെച്ച് ഇടാൻ കേട്ടോ. കണ്ടോ ഗൈസ്, എൻ്റെ ഉള്ളിലൂടെ കിടന്ന് വരുന്നുണ്ട്. എനിക്കിപ്പോഴേ കൂടി വരുന്ന ഗൈസ്, ചൂടോടെടുത്ത് കഴിക്കാൻ പറ്റുന്നു. സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. എന്തായാലും സൂപ്പറായിരിക്കും, ഞാനല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഉള്ളിയോടെ കഴിച്ചുകൊണ്ടിരിക്കണോ അമ്മ പറഞ്ഞത് നമുക്ക് രാത്രി തിന്നത് മസാല ദോശയാക്കിയാലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇടാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് സവാള, ക്യാരറ്റ്, തൊണ്ടമുളകൊക്കെ ഇടിച്ചിട്ടുണ്ട്. അപ്പം ചൂടോടെ അമ്മ മസാല ദോശ ചൂടാണ്. കണ്ടിട്ട് തന്നെ എനിക്ക് കൊതി വന്നിട്ട് പോയി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഉപ്പുമാവാണല്ലോ കഴിച്ചത്. അപ്പം ദോശയും സാമ്പാറും ചമ്മന്തിയും, മസാല ദോശയും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.